ഹരി ഓം. ഏവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ AS ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ധനുരാശിക്കാർക്ക് ഈ ജനുവരി 2026 എന്തൊക്കെ ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ഒരു പുതിയ വർഷത്തിലേക്കാണ് കിടക്കുന്നത്. എല്ലാവർക്കും ആദ്യം തന്നെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ഇപ്പൊ ഈ ഒരു വർഷത്തിൽ നമ്മൾ ഒത്തിരി പ്രതീക്ഷയുള്ള ഒത്തിരി ആഗ്രഹത്തോടെയൊക്കെയാണ് ഈ ഒരു വർഷത്തിൽ നമുക്ക് കടക്കാൻ പോകുന്നത്. സോ ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇച്ചിരി പുഞ്ചിരിയോടെ എല്ലാത്തിനും നേരിടുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് വിജയങ്ങൾ നേടാൻ സാധിക്കും. അപ്പൊ നമുക്ക് എന്താണ് അധികം താമസിക്കല്ല, വീട്ടിലേക്ക് കിടക്കാം. ഇപ്പൊ ധനുരാശിക്കാർ അല്ലെ, ഇപ്പൊ മൂലം, പൂരാടം, ഉത്രാടം കാലടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് ധനുരാശി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ധനുരാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു ടൈം നോക്കുമ്പോൾ നമ്മുടെ വ്യാഴത്തിന്റെ ദൃശ്യം എന്താണ്, ധനുരാശിയിലേക്ക് ഡയറക്റ്റ് വരുന്നുണ്ട് അല്ലെ. നമ്മുടെ 7ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുക എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ജന്മത്തില് ആരൊക്കെയാ നിൽക്കുന്നത്? സൂര്യന്, കുജന്, ശുക്രന്, ബുധന് അല്ലെ. നമ്മുടെ രാശിനാഥൻ ആരാണ്? വ്യാഴം. ആ വ്യാഴം എന്ത് ചെയ്യുന്നു? നമ്മൾ നോക്കുന്നുണ്ട്, ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ 4ാം ഭാവത്തില് ശനിയും നമ്മുടെ 7ാം ഭാവത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് പറയുന്നത്. അതായത് കേന്ദ്ര ഭാവങ്ങളിലാണ് എന്താ വ്യാഴം സ്ഥിതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാസപകുതിക്ക് ശേഷം സൂര്യനും ബുധനും ശുക്രനും കുജനും എന്ത് ചെയ്യുന്നുണ്ട്? 2ാം ഭാവത്തിലേക്ക്, 2ാം രാശിയിലേക്ക്, അതായത് മകര രാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. ഓക്കെ, 2 പൊസിഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് 2 നല്ല പൊസിഷൻസ് ആണ് നിൽക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടൈമിൽ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ലൈഫ് അല്ലെങ്കിൽ ബിസിനസ് ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ചെയ്യുന്ന ജോലിയിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രൊഫഷനിൽ നമുക്ക് നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു മാസമാണ് ഈ ജനുവരി 2026 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പലർക്കും ഉള്ളൊരു സംശയമാണ്, ജോലി മാറണമെന്നുണ്ട് അല്ലെങ്കിൽ ജോലി എനിക്കിപ്പോൾ ചെയ്യുന്ന സ്ഥലത്ത് നിന്നൊന്ന് മാറി ചിന്തയുണ്ട്, ചെയ്യണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻസിലേക്കാണ് നിൽക്കുന്നത്. അതിനെ ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന സമയത്താണ്. ജോലി മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നൊരു മാസമാണ് നമ്മുടെ ജനുവരി മാസം എന്ന് പറയുന്നത്, 2026 എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ലക്ഷ്യങ്ങളൊക്കെ കീഴടക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഈ ജനുവരി മാസം എന്ന് പറയുന്നത്. നമ്മുടെ പരിശ്രമങ്ങൾക്ക് എന്താണ് കൃത്യമായിട്ട് റിസൾട്ട് തരുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഫലത്തെ പ്രദാനം ചെയ്യുന്ന ഒരു മാസമാണ് ഈ ജനുവരി 2026 എന്ന് പറയുന്നത്. വരുമാന കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് വരുമാനങ്ങളൊക്കെ വർദ്ധിക്കാവുന്ന അല്ലെ വരുമാനങ്ങളൊക്കെ ഉണ്ടാവുന്ന മാസമായിട്ട് നമുക്ക് പറയാം. സോ തൊഴിലൊക്കെ ഇല്ലാതെ നിൽക്കുന്നവർക്ക് തൊഴിലൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ ഈ ഒരു മാസത്തിൽ തൊഴിലൊക്കെ കിട്ടാനുള്ള യോഗമുണ്ട്. നമ്മളുടെ പരിശ്രമം കൂടെ എന്താണ് ആവശ്യമാണ് മനസ്സിലാക്കുക. കാരണം നമുക്ക് എന്ത് ഫലമുണ്ടെന്ന് പറഞ്ഞിട്ടും യാതൊരു പ്രയോജനമില്ല നമ്മുടെ പരിശ്രമം ഇല്ലെങ്കിൽ. ഓക്കെ, നമ്മുടെ പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എത്ര നല്ല സമയമായാലും നമുക്ക് അനുസരിച്ചുള്ള റിസൾട്ട് കിട്ടുള്ളൂ. താൻ പാതി ദൈവം പാതി എന്നാണ് പറയുന്നത്. സോ നമ്മൾ ചെയ്യാനുള്ള ഡ്യൂട്ടി ആദ്യം നമ്മൾ ചെയ്യുക, എന്നിട്ട് ബാക്കി ഈശ്വരനെ നമ്മൾ എന്ത് ചെയ്യുക, അർപ്പിക്കുക. ഓക്കെ, അതേപോലെ തന്നെ കുടുംബജീവിതത്തിലേക്കൊക്കെ വരുമ്പം ആ ഒരു കാര്യത്തിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് അല്ലെങ്കിൽ ഈ ടൈം എന്ന് പറയുന്നത് വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് വിവാഹ യോഗം പറയാവുന്ന സമയമാണ്. അതിനൊക്കെ യോഗം പറയാവുന്ന സമയമാണ്. കുടുംബകാര്യങ്ങളിൽ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും കുറച്ചുകൂടി ഒരു രമ്യമായിട്ട് പോവുക, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക, സന്തോഷമായ ചുറ്റുപാടുകൾ കുടുംബത്തിലുണ്ടാവുക, സമാധാനം കളിയാടുക, ഇതിനൊരു ടൈമാണ്. പ്രണയ ജീവിതത്തിലായ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവരായാലും നിങ്ങും പരസ്പരം മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. നല്ല പരസ്പരമായിട്ട് അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരമായിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണ് ഇവിടെ. കപ്പിൾസ്, അതായത് ഭാര്യ ഭർത്താക്കന്മാരായാലും ഇങ്ങനെ റിലേഷൻഷിപ്പിലുള്ളവർക്കായാലും അനുകൂലമായ അവസ്ഥയാണ്. കാരണം വ്യാഴത്തിന് ദൃഷ്ടിയൊക്കെ നമ്മുടെ ധനുരാശിയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല കാര്യങ്ങൾ സംസാരിക്കാനും നല്ല കാര്യങ്ങൾ കേൾക്കുവാനും യോഗം കാണുന്ന ടൈമാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ, ഈ ഒരു മാസം എന്ന് പറയുന്നത്. അടുത്ത സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയാം, ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കുറച്ച് വർക്ക് ലോഡൊക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത്. എന്നിരുന്നാലും നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. ചില സമയത്തുണ്ട് നമുക്ക് എത്ര കിടന്ന് കഷ്ടപ്പെട്ടാലും അതിനൊരു ഫലം കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ നമുക്ക് എന്താണ് നിരാശയായിരിക്കും. എന്നാൽ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടാലും നമുക്ക് അതിന് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സന്തോഷമായിരിക്കില്ലേ അല്ലെ, ഒരു ഹാപ്പി ആയിരിക്കില്ലേ. അതൊക്കെ ഈ ഒരു വർഷം ഈ മാസത്തിൽ നമുക്ക് കിട്ടാനുള്ള യോഗം പറയാവുന്നതാണ് കേട്ടോ. അടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ഒരു മാസം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ സാധിക്കാം. ഇതിനൊക്കെ ഉപരി നമ്മളൊരു പുതിയ സ്കില്ല് പഠിക്കണം ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ പുതിയ സ്കില്ല് പഠിക്കണം കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം അത് പഠിക്കാൻ ഇതുവരെ ചേർന്നിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ഒരു മാസം പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ, പുതിയ സ്കിൽസ് ഒക്കെ പഠിച്ചെടുക്കാനൊക്കെ പറ്റുന്നൊരു ടൈമാണ് മനസ്സിലാക്കുക. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ
നിങ്ങളിപ്പോൾ കുട്ടികളാണെങ്കിൽ നിങ്ങൾ മാതാപിതാക്കളോട് പറയാം, ഞാൻ അതല്ല നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യുന്നതിനാൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതിനു വേണ്ടി പരിശ്രമിച്ച് ഈ ഒരു മാസത്തിൽ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ പഠിച്ചെടുക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ എന്താണ് നമ്മുടെ ആരോഗ്യ അവസ്ഥകളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 4 ശനിയാണ്. സോ അവിടുത്തെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉള്ളാതെ നമുക്ക് വേറെ തരത്തിൽ വലിയ മേജർ ഇഷ്യൂസ് ഒന്നും നമുക്ക് പറയാനില്ല. യാത്ര കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക എന്നുള്ളതല്ലാതെ മറ്റുള്ള മേജർ ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരു മാസം തന്നെയാണ് ജനുവരി 2026 എന്ന് പറയുന്നത്. അടുത്ത് നമ്മുടെ സീനിയേഴ്സ് ഒരു 50-60 വയസ്സൊക്കെ മുകളിലേക്കുള്ളവരെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് നല്ല ഒരു ആരോഗ്യാവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്കൊരു ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാവുന്ന സമയമാണ്. ഒരു പുതിയ ബിസിനസ്സിലേക്ക് പോകുന്ന ഒരു പുതിയൊരു മേഖലയിലേക്ക് നിങ്ങൾക്കൊന്ന് പോകണമെന്നൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പുതിയ കുറച്ച് ആഗ്രഹങ്ങളുണ്ട്, അതിനെ സക്സസ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ നേടാൻ വേണ്ടി പോകണമെന്ന് ശ്രമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം ചെയ്യാവുന്ന നല്ല ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനു വേണ്ടി പരിശ്രമിക്കാവുന്ന സമയം തന്നെ. കാരണം പരിശ്രമങ്ങൾക്ക് റിസൾട്ട് തരുന്ന ഒരു മാസമാണ് ഈ ജനുവരി 2026 എന്ന് പറയുന്നത്. സോ തുടക്കം തന്നെ നമുക്ക് എന്താണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ലൊരു സന്തോഷമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മാസത്തെ കാണാൻ സാധിക്കും. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പൊതുഫലമാണ് മനസ്സിലാക്കുക. നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു അക്യുറേറ്റ് ആയിട്ട് പ്രഡിക്ഷൻസ് അറിയാം. നിങ്ങളുടെ ജനിച്ച ലഗ്നം ഏതാണ് മനസ്സിലാക്കുക. നമ്മുടെ ജാതകത്തിൽ ല എന്ന ഏതുണ്ടാവും, അത് ഏത് രാശിയിലാണ് നിൽക്കുന്നത്, ആ രാശിയുടെ ഫലം കൂടി കണ്ടോളൂ. നിങ്ങൾക്ക് കൃത്യമായിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അതിനും കൂടി പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. സോ നിങ്ങൾക്ക് അതുകൂടി കാണും. ഇപ്പം നിങ്ങൾ ധനുലഗ്നം തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ധനുലഗ്നം ഈ വീഡിയോ കണ്ടാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വേറൊരു രാശിയിലാണ് ലഗ്നമെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. നിങ്ങൾ അങ്ങനെ ഒന്ന് കണ്ടു നോക്കും മാസഫലങ്ങൾ കുറച്ചുകൂടി നിങ്ങൾക്ക് എന്താണ്, കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ രീതിയിലാണ്. സോ രാശി ഫലം പറയാൻ വേണ്ടി മാത്രം രീതിയിലല്ല, നമുക്ക് ലഗ്നം കൂടി കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് നമ്മളത് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ നമുക്കറിയാം നമ്മുടെ ദശ ഏതാ നടക്കുന്നത്, അപകാരം ഏതാ നടക്കുന്നത്, അതും കൂടി നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ മനസ്സിലാക്കിയാണ് നമുക്ക് ആ ഒരു ടൈം എങ്ങനെയുള്ളത് മനസ്സിലാക്കാം. കാരണം ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ഗോചര ഫലമാണ് അല്ലെ. ഗോചര ഫലത്തെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ ബാധിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ബർത്ത് ചാർട്ട്. നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് ജാതകമുണ്ട്, ആ ജാതകവും അതുപോലെ നമ്മുടെ ആ ജാതകത്തിൽ നമുക്ക് ഏത് ദശയാണ് അതിന്റെ അപകാരം ഏതാണെന്ന് മനസ്സിലാക്കി നമുക്ക് എന്താണ് കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഗോചരത്തിലൂടെ കണക്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു പീരീഡ് നമുക്ക് എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കി കുറച്ചുകൂടി നമുക്ക് അക്യുറേറ്റ് ആയിട്ട് നമ്മുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പ്രഡിക്ഷൻസിലേക്ക് എത്താൻ സാധിക്കും എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്ര നേരം എന്നോടൊപ്പം ഈ ആസ്ട്രോളജിക്കൽ ലൈഫ് സയൻസിലേക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.